സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം കർത്താവിൻ്റെ ഉത്ഥാനം എന്നുള്ളതായിരുന്നു. അതുമായി സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നാം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചതിൻ്റെ ബാക്കി എന്ന വണ്ണം ഇന്ന് വീണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ളാനി അച്ഛനോട് ചോദിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ അച്ഛനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാമ്പ്ളാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാനുമായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ ചെമ്പേരി ലൂർദ് മാതാ ഫൊറാന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ധിതനായ ഈശോയെക്കുറിച്ചുള്ള വിവിധ സംശയങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആമുഖമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ഈശോ സ്വർഗാരോഹണം ചെയ്തു. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതായത് ഈശോ സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അല്ലേ? ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നു, അതുപോലെ ഈശോ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു. വാസ്തവത്തിൽ രക്ഷാകര പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തി. മനുഷ്യാവതാരം, ക്രിസ്തു സംഭവം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്വർഗാരോഹണം. പിതാവുമായി അനാദിയിൽ സത്തയിൽ ഏകനായിരുന്ന പുത്രൻ വീണ്ടും ആ അവസ്ഥയിൽ ആയിരിക്കുന്നതാണ് സ്വർഗാരോഹണം. സ്വർഗാരോഹണം എന്ന രഹസ്യത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സ്വർഗാരോഹണം എന്നതിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോ സ്വർഗത്തിൽ പ്രവേശിച്ചതിലൂടെ എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരമൊരുങ്ങി, അതിനുള്ള സാധ്യത തെളിഞ്ഞു എന്നതുകൂടിയാണ്. ഈശോയുടെ സ്വർഗാരോഹണം ആത്യന്തികമായി നാം ഓരോരുത്തരും സ്വർഗത്തിൽ പോകും എന്നുള്ളതിൻ്റെ ഉറപ്പുകൂടിയാണ്. അതുകൊണ്ട് സ്വർഗമെന്ന സത്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകൾ എന്തെന്ന് തിരിച്ചറിയാനുമുള്ള വിചിന്തനങ്ങളാണ് മതബോധന ഗ്രന്ഥം ഈ സ്വർഗാരോഹണ രഹസ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരിക. അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു രഹസ്യമാണ് ഈശോയുടെ രണ്ടാം വരവ്. അവൻ പോയത് വീണ്ടും വരാൻ വേണ്ടിയാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഈശോ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കുകയാണ് എന്നും ആ ഭവനത്തിലേക്ക് നമ്മെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇത് കേൾക്കുമ്പോൾ നാം തെറ്റിദ്ധരിക്കരുത് ഈശോ സ്വർഗത്തിൽ വലിയ വീട് പണിയായിരുന്നു. ഏതാണേലും ഭൂമിയിൽ ഈശോ ആശാരിപ്പണിയായിരുന്നു, അല്ലേ? യോസേപ്പ് പിതാവിൻ്റെ മകനായതുകൊണ്ട് അച്ഛൻ്റെ മകൻ എന്നാണ് അവൻ അറിയപ്പെട്ടത്. അതുകൊണ്ട് ഭൂമിയിലെ ആശാരിപ്പണി പഠിച്ചേച്ച് ഈശോ സ്വർഗത്തിൽ പോയി വീട് പണി തുടങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല. സ്ഥലം ഒരുക്കാൻ വേണ്ടി ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ തിരികെ പോകുന്നു എന്ന് ഈശോ പറഞ്ഞാൽ, ഈശോ എങ്ങനെയാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്? ഈശോ എങ്ങനെയായിരിക്കും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്? ഏതെങ്കിലും സാറന്മാർക്ക് വല്ല ചിന്തയുണ്ടെങ്കിൽ പറയും. നമ്മുടെ നന്മ പ്രവൃത്തികൾ
കൊണ്ടാണ് ഈശോ സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്. യെസ്, നമ്മുടെ നന്മ പ്രവർത്തികൾ കൊണ്ട് ഈശോ സ്വർഗത്തിൽ സ്ഥലമൊരുക്കും. പക്ഷെ എല്ലാ നന്മ പ്രവർത്തികൾക്കും അർത്ഥം കൊടുക്കുന്നത് എപ്പോഴാണ്? ഈശോ കുരിശിൽ മരിച്ചപ്പോഴാണ്, അല്ലേ? അപ്പോൾ ഈശോ കുരിശിൽ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനം ഒരുക്കപ്പെടുന്നത്. ഈ കുരിശിൽ മരിച്ച ഈശോയെ നാം രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ നന്മ പ്രവർത്തികൾ. അതുകൊണ്ട് ഭവനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ജീവനും രക്തവും നമുക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടെ നമുക്ക് വേണ്ടി ഭവനമൊരുക്കി. അഥവാ ഈശോ തൻ്റെ ശരീരം തകർത്ത് പുതിയ ആലയം പണിതപ്പോൾ ഈശോ ഒരുക്കിയ യഥാർത്ഥ സ്വർഗീയ ഭവനം ഈ ഭൂമിയിലെ സഭ തന്നെയാണ്. ഈ സഭയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈശോ ഒരുക്കിയ യഥാർത്ഥ ഭവനം തിരുസഭയാണ്. ഈ സഭയോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ വിശ്വാസിയും സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്നും നാം തിരിച്ചറിയണം. ഈശോയുടെ രണ്ടാം വരവ് എപ്പോഴാണ്, ഏത് സമയത്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന വിവിധ വിഘടിത ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്രകാരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഈ രണ്ടാം വരവിൻ്റെ യഥാർത്ഥ അർത്ഥം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. ഈശോ എന്തുകൊണ്ട് വരാൻ വൈകുന്നു? ഈശോ വരികേലേ? ഇനി ഉടനെ വരുമോ? എന്നായിരിക്കും വരിക? തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ നിങ്ങൾക്കും ഉണ്ട്. വേദപാഠ ക്ലാസ്സിൽ അങ്ങനത്തെ ചോദ്യമൊക്കെ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നാ മറുപടി പറയുക? അതൊക്കെ നിനക്കറിഞ്ഞിട്ട് തന്നെ കാര്യം, അവിടെ ഇരിക്കടാന്ന് പറയും, അല്ലേ? അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഉത്തരവൊന്നും കൃത്യമായി പറയാൻ പിടിയില്ല എന്നുള്ള സത്യം. നിങ്ങൾക്കെന്നല്ല, ആർക്കും തന്നെ അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു വസ്തുത. അതുകൊണ്ട് തന്നെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചകൾ നാം മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ക്രോഡീകരിക്കാനും ഒരുങ്ങാനും അല്പസമയം നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരിക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഏറ്റവും മനോഹരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ശരിക്കും മതബോധന ക്ലാസ്സുകളിലെ നിങ്ങളുടെ വലിയ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് പല പ്രേക്ഷകർക്കും ഗുണകരമായി എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. നല്ല ചോദ്യം ചോദിക്കാൻ അറിയുക എന്ന് പറയുന്നത് തന്നെ ജ്ഞാനികളുടെ ലക്ഷണമാണ്, അല്ലേ? അതുകൊണ്ട് ചെമ്പേരി ലൂർദ് മാതാ സൺഡേ സ്കൂളുകാർ വലിയ പണ്ഡിതരാണ് എന്ന് ഇതിനോടകം സാധാരണ ലോകം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആ നിലവാരത്തിന് ചേർന്ന ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചിന്തനങ്ങൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കുക. എല്ലാവരും വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഉദ്ധിതനായ ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു എന്ന് അച്ഛൻ നിങ്ങളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. തീർത്ഥാടക ദേവാലയം ഒന്നുകൂടെ നിങ്ങളെ പ്രതി കൂടുതൽ സന്തോഷിക്കാൻ ഇടയാവട്ടെ. ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? അച്ഛാ, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ അവിടെ ഈശോയ്ക്ക് വന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതായത് നമ്മൾ ഈശോ ഈ ക്രിസ്തു സംഭവത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും ശക്തമായ പവർഫുള്ളായ പ്രത്യക്ഷപ്പെടൽ ഏത് എന്ന് ചോദിച്ചാൽ കുരിശിലുള്ള പ്രത്യക്ഷപ്പെടൽ. അതിനേക്കാളും ശക്തമായ ഒരു പ്രത്യക്ഷപ്പെടലില്ല. കാരണം ദൈവത്തിന് ഇത്രമേൽ പീഡകളേറ്റ് നിസ്സഹായനായി
നിസ്സാരനായി മനുഷ്യകുലത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുക അതിനേക്കാളും മാസ്മരികമായ ശക്തമായ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്നൊരു പ്രത്യക്ഷപ്പെടൽ ഇല്ല. വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നു സത്യമായും ഈശോ മിശിഹാ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ആരിലൂടെ? തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളിലൂടെ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. തോക്കു ചൂണ്ടി സത്യവിശ്വാസം ഉപേക്ഷിക്കാൻ പറയുന്നവൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവും രക്ഷകനും ഈശോയാണ് എന്ന് ധൈര്യപൂർവ്വം ഏറ്റുപറയുന്ന ആ വിശ്വാസികൾ വാസ്തവത്തിൽ ലോകത്തിന് കൊടുക്കുന്ന സാക്ഷ്യം എത്ര വലുതാണ്. അതായത് ഈശോ അവരെ കൈവിട്ടതുകൊണ്ടോ ഈശോ അവിടെ ഇടപെടാത്തത് കൊണ്ടോ അവിടെ പ്രത്യക്ഷപ്പെടാത്തതോ ഒന്നും അല്ല അതിൻ്റെ കാരണം. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സത്യമായും ഈശോ അവരോടൊപ്പം നിന്ന് അവരെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അവർക്ക് ഇങ്ങനെയൊരു സാക്ഷ്യം കൊടുക്കാൻ പറ്റുമോ? നമ്മളോടെങ്ങാനും ആരും തോക്ക് വേണ്ട, വെറും ഒരു തീപ്പെട്ടി വരച്ചേച്ച് പറഞ്ഞാൽ നമ്മൾ ഇട്ടേച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ശരിയാ, ഈ രക്തസാക്ഷിത്വം മാനുഷികമായ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ദൈവം ഒരു വ്യക്തിയോടൊത്ത് അത്ര കണ്ട് ശക്തമായി സന്നിഹിതമാകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇത്രമേൽ വീരോചിതമായി ധീരോദാത്തമായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ രക്തസാക്ഷികളായി പീഡനം അനുഭവിക്കുന്ന മനുഷ്യർ അവർ പാഴായിപ്പോയ ജീവിതത്തിൻ്റെ ഉടമകളല്ല. ദൈവം അവരെ കൈവിട്ടതുമല്ല, ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടാത്തതുമല്ല. മറിച്ച് ആ രക്തസാക്ഷിത്വത്തിലൂടെ അവർ വെളിപ്പെടുത്തുന്നത് അവർ ദൈവത്തോടൊത്താണ്, ദൈവത്തെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റെ മരണരംഗം നടപടി പുസ്തകത്തിലുണ്ട് അല്ലേ? നടപടി ഗ്രന്ഥത്തിൻ്റെ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ സംഭവം നോക്കിയാൽ നിങ്ങൾക്കറിയാം. എസ്തപ്പാനോസ് പറയുന്ന എന്താണ്? സ്വർഗം തുറന്നു എന്ന് പറയും. മരണനേരത്ത് കല്ലേറുകൊണ്ട് തല പിളർന്ന് മരിക്കാൻ തുടങ്ങുമ്പോൾ എസ്തപ്പാനോസ് കാണുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഓരോ രക്തസാക്ഷിയും കാണുന്നത് ദൈവത്തെ മുഖാമുഖമാണ്. അപ്രകാരം കണ്ടതിൻ്റെ ധൈര്യമാണ്, ആവേശമാണ് ജീവനേക്കാളും പ്രിയതരമായി വിശ്വാസത്തെ ഏറ്റുപറയാൻ അവരെ ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ രക്തസാക്ഷികൾ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉത്ഥാനം ചെയ്ത ഈശോയെ അവർ അനുഭവിക്കുന്നു, അവർ നേർക്കുനേർ കാണുന്നു എന്നുള്ളതാണ് സത്യം. വളരെ നമ്മുടെ സഭ സഹിക്കുന്ന സഭയാണെന്ന് സൺഡേ സ്കൂളിൽ പ്രത്യേകിച്ചും കുട്ടികളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു സാറിപ്പോൾ ചോദിച്ചത്. നമ്മുടെ സഭ മാത്രം ഇത്ര ബലഹീനമാണല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റ് ക്ലാസ്സുകളിലിരിക്കുന്ന പിള്ളേരൊക്കെ അവരുടെ സഭയെ അവരുടെ മതത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ യുദ്ധം ചെയ്യുന്നു, പോരാടുന്നു, ഒരു വീര്യമുണ്ട്, നമ്മുടെ ഇതിനില്ല. അതുകൊണ്ട് പിള്ളേർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടും എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. തീർച്ചയായും അച്ഛൻ ഈ പറഞ്ഞ നമ്മുടെ സഭാവിശ്വാസത്തിൽ സഹിക്കുന്ന സഭ, നമുക്ക് സഹനമാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. തിരിച്ചടിക്കാൻ ഭീരുവിനും പറ്റും. അതേസമയം അവസാനം വരെയും പ്രതികാരമില്ലാതെ സഹിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് സുവിശേഷം വിജയിക്കുന്നത്. അതാണ് സഭയുടെ ഏറ്റവും വലിയ കരുത്ത്. മഹാത്മാഗാന്ധി ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയ നന്മ അതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഒരു ശക്തി സഹനത്തിനുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് ക്രിസ്തു മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ മാർഗമാണ് നമുക്കിനിയും മനസ്സിലാകാത്ത മാർഗമാണത്. ഗാന്ധി അത് മനസ്സിലാക്കിയപ്പോഴാണ് അഹിംസാ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചത് എന്ന് നമ്മൾ അറിയും. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? ജോമോൻ സാർ ചോദിക്കൂ. അച്ഛാ, ഈശോ നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഇനി എന്നോട് കൂടി പർദീസയിലായിരിക്കുമെന്ന്. പർദീസയിലാക്കിയ ആ നല്ല കള്ളന് ശേഷം തിരിച്ച ഈശോ പാതാളത്തിലേക്കാണോ വരുന്നത് എന്നാണ് പലപ്പോഴും എന്നിലുള്ള ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ അതിനൊരു മറുപടി നൽകേണ്ടത്. പർദീസയിലേക്ക് പോയിട്ടാണോ പിന്നെ പാതാളത്തിലേക്ക് പോയത്? അത് എപ്പോഴാണ് പോയെന്നുള്ളതാണ് സാറിൻ്റെ സംശയം. 2 ഡയലോഗ് പറഞ്ഞല്ലോ. അതായത് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ ഇന്ന് പറുദീസായിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുശേഷം ഈശോ 3 ദിവസം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ.
അപ്പോൾ ഇന്ന് ഈശോ നല്ല കള്ളനെ ഏതാണേലും പറുദീസായി കയറ്റി വിടാൻ പോകണം, അതിനുശേഷം പിന്നെ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണോ ചെയ്തതെന്നാണ് സാറിൻ്റെ സംശയം. പിള്ളേരൊക്കെ സാറിനോട് ചോദിക്കാറുണ്ട്. ഓക്കെ. വാസ്തവത്തിൽ ഇവിടെ പറുദീസ എന്ന വാക്കാണ് പ്രശ്നം. പറുദീസ എന്ന് പറയുമ്പോൾ യഹൂദ സങ്കല്പത്തിൽ അത് മരിച്ച നീതിമാന്മാരുടെ വാസസ്ഥലം ആണ്. അതായത് എല്ലാവരും മരിച്ച് ഷെയോൾ പാതാളത്തിൽ എത്തും എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. ഈ ഷെയോൾ എന്ന് പറയുന്ന മരിച്ചവരുടെ വാസസ്ഥാനത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് നീതിമാന്മാരായവരുടെ ആത്മാക്കൾ ചെല്ലുന്ന സ്ഥലമാണ്. അതിനെ അവർ പറുദീസ എന്ന് വിളിച്ചു. പാരദീസോ, പറുദീസ എന്നതിനെ വിളിച്ചു. അതേസമയം ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പോകുന്ന അതിനെ അവർ ഗേഹന്ന അഥവാ നരകം എന്ന് വിളിച്ചു. അപ്പോൾ ഈ പറുദീസ എന്ന് പറയുന്നത് നമ്മൾ സ്വർഗം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ സംശയം ഉണ്ടാകുന്നത്, അല്ലേ? യഹൂദരുടെ മരണാനന്തര സങ്കല്പങ്ങളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ. അതായത് ഈശോ മരിച്ച് സ്വർഗത്തിൽ എത്തുന്നതിന് മുൻപ് ഒരു മനുഷ്യനും സ്വർഗത്തിൽ കയറാൻ പറ്റിയാൽ. കാരണം എന്താ? പറുദീസായുടെ കവാടം മാലാഖ അടച്ചു എങ്കിൽ അത് പിന്നീട് തുറന്നത് ഒരേ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മാത്രമാണ്. മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവനാണ് ആ വാതിൽ തുറന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് പറയും. അവനാണ് ഈ വാതിൽ തുറന്ന് അകത്ത് കയറിയത്. അവൻ്റെ മനുഷ്യപ്രകൃതി സ്വർഗത്തിലെത്തിയതോടെ മനുഷ്യകുലത്തിന് മുഴുവനും സ്വർഗത്തിൽ പോകാനുള്ള അവസരമുണ്ടായി. അതുകൊണ്ട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്താണ്? ഈശോയുടെ മരണത്തിലൂടെ പുതിയ ഒരു യുഗം ആരംഭിച്ചു. ഏതാണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ള ഒരു യുഗം ഈശോയുടെ മരണത്തിലൂടെ ആരംഭിച്ചു. ആ പുതുയുഗത്തിൽ ഈശോയോടൊത്തായിരിക്കാൻ അല്ലയോ നല്ല കള്ള നിനക്കും അവസരം തന്നിരിക്കുന്നു എന്നാണ് ഈശോ അവിടെ അർത്ഥമാക്കുക. അച്ഛാ, ഒരു സംശയമുള്ളത്, ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് നാം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നുണ്ട്. ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. 3 ദിവസം ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി എന്ത് ചെയ്യുകയായിരുന്നു? ഈശോയുടെ ഉലാത്താൻ ഇരിക്കാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈശോ പാതാളത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈശോ സത്യമായി മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പാതാളം, ഹാദസ് എന്ന ആ വാക്കിന് ശവക്കുഴി, മൃതരെ സംസ്കരിക്കുന്ന കല്ലറ എന്നൊക്കെ അർത്ഥമുണ്ട്. മണ്ണിൻ്റെ അടി. അങ്ങോട്ട് മനുഷ്യൻ പോകുന്ന എപ്പോഴാണ്? മരിച്ചു കഴിയുമ്പോൾ. അതായത് മരിച്ചു കഴിഞ്ഞവരവിടെ എന്നാടുക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞവർ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ? അവർ ചോറുണ്ണുന്നുണ്ടോ? എന്താ? ഒന്നുമില്ല. മരിച്ചവർ കല്ലറയിൽ എന്തെടുക്കുകയാണ് എന്ന് ചോദിച്ചാൽ അവർ മരിച്ച അവസ്ഥയിൽ അവിടെ നിഷ്ക്രിയമായി തന്നെ ഇരിക്കും. ഏതൊരു മരിച്ചവനെയും പോലെ തൻ്റെ കല്ലറയിലായിരുന്ന കാലത്ത് ഈശോയും മൃതാവസ്ഥയിൽ തന്നെയായിരുന്നു. ആ ഒരു സത്യം നമ്മൾ വിശ്വസിക്കണം. ചിലർ സാർ ഇത് ചോദിക്കാൻ കാരണമുണ്ട്. പലരും പറയുന്നുണ്ട് ആ സമയത്ത് ഈശോ പോയി കുറേ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ വീണ്ടെടുത്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കും സാർ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് അല്ല, ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുൻ എപ്പിസോഡുകൾ എവിടെയോ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈശോയുടെ മരണം സത്യമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈശോ മരിച്ചില്ല, ഈശോ ഇങ്ങനെ കുരിശേ കിടന്ന് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി അഭിനയിച്ച് വേദനയൊക്കെ കാണിച്ച് ഇങ്ങനെ കണ്ണടച്ച് കിടന്നു, അത് കഴിഞ്ഞ് പടയാളികളൊക്കെ പോയപ്പോൾ ഈശോ ഇറങ്ങിപ്പോയി എന്ന് വാദിക്കുന്ന കുറേ പാഷണ്ഡ ചിന്താഗതിക്കാരുണ്ടായിരുന്നു. അവർ അപ്രകാരം വാദിച്ചു. ഡൊസേറ്റിസം, അപ്പോളിനാരിസം എന്നൊക്കെ പറയുന്ന പാഷണ്ഡതകളെക്കുറിച്ച് നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ കേട്ടിട്ട് കാണും. അതായത് ഈശോയുടെ മനുഷ്യ അസ്തിത്വം വെറും മായയായിരുന്നു. ഈശോയുടെ മരണം ഒരു അഭിനയം മാത്രമായിരുന്നു. ഈശോ യഥാർത്ഥത്തിൽ മരിച്ചില്ല എന്നൊക്കെ വാദിക്കുന്ന പാഷണ്ഡത വാദക്കാരുണ്ടായിരുന്നു.
അപ്രകാരമുള്ള പാഷണ്ഡികളെ എതിർക്കാൻ വേണ്ടിയാണ് ഈ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഈ ഒരാശയം കൂട്ടിച്ചേർത്ത്. അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ അവൻ്റെ മരണം സത്യമായിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ സംസ്കരിച്ചു, അവൻ്റെ സംസ്കാരം സത്യമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ 3 ദിവസം ഏതൊരു മൃതനെയും പോലെ കല്ലറയിൽ കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അവൻ്റെ മരണം സത്യമായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയുടെ മരണത്തിലൂടെ ഈശോയ്ക്ക് മുമ്പ് മരിച്ച എല്ലാ നീതിമാന്മാരുടെയും ആത്മാക്കൾക്ക് രക്ഷ ലഭിച്ചു എന്ന്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈശോ ഇറങ്ങിച്ചെന്നത് എവിടെയാ? നീതിമാന്മാർ വിശ്രമിക്കുന്ന നീതിമാന്മാരുടെ മരണസങ്കേതത്തിലാണ്. അവിടെ ഈശോ ചെന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈശോയുടെ വരപ്രസാദം, കുരിശിലെ ബലിയുടെ വരപ്രസാദം, ഈശോയ്ക്ക് മുമ്പ് മരിച്ച ആബേൽ മുതൽ മരിച്ച മനുഷ്യചരിത്രത്തിലെ നീതിമാന്മാരായവർ രക്ഷ കാത്തിരിക്കുകയായിരുന്നു. അവർക്കും കൂടി ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ വരപ്രസാദം സംലഭ്യമായി എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഈശോ മരണശേഷം പാതാളത്തിലിറങ്ങി എന്ന് പറയുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? നൈസി ടീച്ചർ ചോദിച്ചു. അച്ഛ, ക്രിസ്തു മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ക്രിസ്തു മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിച്ചത്? ഓക്കെ, ക്രിസ്തു മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നൈസ് ടീച്ചർ അത്ര നൈസ് അല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് വളരെ കഠിനമായൊരു ചോദ്യമാണ്. അത് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ്. അത് 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ഈ വചനമുണ്ട്. അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നൊരു വാദനം. അതുപോലെ അവൻ മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന മറ്റൊരു പ്രസ്താവനയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ഈശോ മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ഈശോയ്ക്ക് മുമ്പ് മരിച്ച നീതിമാന്മാർക്ക് ഈശോയുടെ സുവിശേഷത്തിൻ്റെ അനുഗ്രഹം, അതായത് രക്ഷയുടെ വരപ്രസാദം ഈശോ നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞ് കുറേ പേര് ഇങ്ങനെ താഴെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, അവരൊരു വലിയ അസംബ്ലി കൂടിയപ്പോൾ ഈശോ അവിടെ ചെന്നൊരു പ്രസംഗം പറഞ്ഞേച്ച് കയറ്റി വിട്ടു അവരെ എന്നുള്ള അർത്ഥത്തിൽ അത് മനസ്സിലാക്കരുത്. മരിച്ച അവസ്ഥയിൽ ഈശോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? കല്ലറയിൽ കടന്ന കാലത്ത് ഈശോ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു അബദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്? ഈശോ മരിച്ചില്ല എന്ന് പറയുന്നതിന് തുല്യമായിത്തീരും, അല്ലേ? അതുകൊണ്ടാണ് സഭ എപ്പോഴും നമ്മളോട് വളരെ കൃത്യതയോടെ പറയുക, അവൻ്റെ കല്ലറയിലെ വാസം ഏതൊരു മരിച്ചവനെയും പോലെ മൃതാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഈശോ അവിടുത്തെ കുറേ ബിസിനസ്സുകൾ പൂർത്തിയാക്കിയിട്ട് നീ കയറി വരുമായിരുന്നു എന്ന് ചിന്തിക്കരുത്. പക്ഷേ ഈശോ മരിച്ചവരോട് ഐക്യപ്പെട്ട ആ അവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഏതാണ്? അതുവരെയും മരിച്ച നീതിമാന്മാർക്ക് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വരപ്രസാദം ലഭിച്ചു. അതുകൊണ്ടാണ് മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഈശോ അവിടെ ഒരു പ്രസംഗം നടത്തി എന്നുള്ള അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. താങ്ക് യു അച്ഛാ. ഇനി ആരാണ്? ഷീൻ സാറ്. ഷീൻ സാറാണ് നമ്മുടെ ഈ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. സാറ് ചോദിക്കൂ. അച്ഛാ, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് യേശു മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനാണെന്ന്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസറിനെ ക്രിസ്തു ഉയർപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ലാസറല്ല മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതൻ. അത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്, അതൊന്ന് വ്യക്തമാക്കാമോ? യെസ്, അതായത് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ വളരെ കൂലങ്കഷമായി ചിന്തിക്കുന്ന ആളാണ്, അല്ലേ? അതുപോലെ സാറ് ബൈബിൾ വായിക്കുന്ന ആളുമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടി വായിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞത്. ഓക്കെ ഷീൻ സാറേ, അതായത് മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനാണ് ഈശോ. ആ പ്രോത്തോത്തോക്കോസ് എന്നാണ് കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ പറയുന്നത്. എന്താണ് ഈ ആദ്യജാതൻ?
മരണത്തെ പരാജയപ്പെടുത്തിയത് ആദ്യമായി ഈശോയാണ്, അല്ലേ? ലാസറിനെ ഉയർപ്പിച്ചതാരാണ്? ഈശോയാണ്. പക്ഷേ ലാസറിൻ്റെ ഉയർപ്പ് പോലത്തെ ഒരു ഉയർപ്പല്ല ഈശോയുടെ ഉയർപ്പ്. അത് സാറത് ചോദിച്ചത് വളരെ നല്ല സാഹചര്യമാണ്. അതായത് ഉത്ഥാനത്തെ മനസ്സിലാക്കാൻ അത് വളരെ ഗുണകരമാണ്. ലാസറിനെ ഈശോ ഉയർപ്പിച്ചെങ്കിലും ഇപ്പോൾ ലാസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ലാസറിന് പേരുള്ള പലരും നടപ്പുണ്ടായിരിക്കും. പക്ഷേ ഈശോ ഉയർപ്പിച്ച ലാസർ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ പനി പിടിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അയാൾ ഏതൊക്കെയായാലും പിന്നെ ഇല്ലല്ലോ, നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. നായിമിലെ വിധവയുടെ മകനെ ഇതുപോലെ ഈശോ ഉയർപ്പിച്ചു, അല്ലേ? ആ വിധവയുടെ മകനും വിധവയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഉയർപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ മരണത്തെ ഈശോ അല്പം കൂടി മുമ്പോട്ടേക്ക് നീക്കി കൊടുത്തു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഈശോയുടെ ഉയർപ്പ് അതുപോലത്തെ ഒരു ഉയർപ്പല്ല. മരണത്തിൻ്റെ മേലുള്ള നിത്യമായ വിജയമാണ് ഈശോ ഇവിടെ നേടിത്തരുന്നത്. അതായത് പാപം മൂലം മനുഷ്യകുലത്തിൻ്റെ മേൽ പിശാച് കൊണ്ടുവന്ന ദുരിതങ്ങളിലൊന്നായ മരണത്തെ ഈശോ നിത്യമായും വിജയിച്ചു. അതാണ്, ആ അർത്ഥത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, അവനാണ് മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ. അവൻ്റെ മരണത്തിലൂടെയാണ് സ്വർഗത്തിൽ ആദ്യമായി മനുഷ്യനായി പിറന്ന ഒരാൾ എത്തിച്ചേരുക. അപ്പോൾ മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്നുള്ളതിനെ വേണമെങ്കിൽ മർത്യരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് പറയുമ്പം മനുഷ്യരിൽ നിന്നുള്ള ആദ്യജാതൻ എന്നും വിവർത്തനം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, വാസ്തവത്തിൽ സ്വർഗത്തിൽ ആദ്യമായി എത്തിയ മനുഷ്യപ്രതിനിധി ഈശോ മിശിഹായാണ്. അതുപോലെ തന്നെ മരണത്തിൻ്റെ മേൽ ആദ്യമായി വിജയം വരിക്കുന്നത് ഈശോ മിശിഹായാണ്. മരണത്തിൻ്റെ ശക്തികൾ അപ്രസക്തമായത് ഈശോയിലാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം മുഴുവനും ഈശോയുടെ ഉത്ഥാനവും മരണാനന്തര ജീവിതവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, മരണമേ നിൻ്റെ വിജയം എവിടെ? കുഴിമാടങ്ങളെ നിങ്ങളുടെ വിഷദംശനങ്ങൾ എവിടെ എന്ന് അപ്പോസ്തലൻ വെല്ലുവിളിക്കുന്നതിൻ്റെ കാരണം എന്താ? ഈശോ ഉയർത്തതോടെ ഇനിമേൽ മരണത്തെ ആരും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ പേടിയുണ്ടെങ്കിൽ ഈശോ ഉയർത്തല്ലോ എന്നങ്ങ് വിചാരിച്ചാൽ മതി, മരണം പേടി പോകും. പക്ഷേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഒട്ടേറെ സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പഠന ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ചും സൺഡേ സ്കൂളുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഈശോയുടെ ഉത്ഥാനം, നമ്മുടെ ഉത്ഥാനം. കുട്ടികൾ ചോദിക്കുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയല്ലേ? ഓക്കെ. നമ്മുടെ സൺഡേ സ്കൂളിൽ കൂടുതൽ ലൈവ് ആകാൻ വേണ്ടി ഇത് കാരണമാകും, കൂടി പഠിക്കാൻ നമുക്ക് കാരണമായി തീരുകയും ചെയ്യും. ഇന്നത്തെ CCAT ഈ എപ്പിസോഡിൽ നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ തക്കവണ്ണം പറയുകയും ചെയ്ത് നമ്മളെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛന് CCAT എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. നിങ്ങൾക്കും വളരെ ഗൗരവത്തോടെയും അതേസമയം തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചോദിച്ചത്. നിങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ ഈ വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.